السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا سيدي يا رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, അഭിവന്യരായ ഉലമാക്കൾ, ഈ മഹത്തായ വേദിയിൽ നമ്മുടെ മഹല്ല് ഭാരവാഹികളടക്കമുള്ള കാരണവന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പരിശുദ്ധമായ ആദർശത്തിൽ വിശ്വസിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ ആദർശം ഈ ലോകത്ത് നിലനിർത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഭൗതികമായ പ്രതിസന്ധികൾ ചില സ്ഥലങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകാം. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രവാചക ശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ, സഹാബത്ത് മുതൽ, താബിഉകൾ മുതൽ, അഇമ്മത്തുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങളും എല്ലാ കാലത്തും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് കൂടേണ്ടി വന്ന സാഹചര്യം ഒരു ഇസ്ലാമിക് ഇഷ്യൂ എന്ന് ചുരുക്കി വായിക്കാൻ പറ്റിയ പ്രശ്നം അല്ല. വഖഫ് ഭേദഗതി ബില്ലുമായി കടന്നു വന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹിതമായ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും, മനുഷ്യാവകാശങ്ങളിൽ നിന്നും, ന്യൂനപക്ഷാവകാശങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കം എന്നത് ആർക്കും സുതരാ വ്യക്തമാകും. ഇതിനു മുമ്പുള്ള ഇഷ്യൂകൾ കടന്നു വന്നപ്പോഴും, മുത്തലാഖ് പ്രശ്നമായാലും, പൗരത്വത്തിൻ്റെ വിഷയമാണെങ്കിലും, യൂണിയൻ സിവിൽ കോഡിൻ്റെ വിഷയമാണെങ്കിലും, അപ്പോഴൊക്കെ കിരൺ റിജ്ജു ഇപ്രാവശ്യം പറഞ്ഞതുപോലെ ഇത് മതങ്ങൾക്കൊന്നും എതിരല്ല എന്ന ഒരു കൊട്ടേഷൻ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനത്തെ നമുക്കേതെങ്കിലും തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന ഒരു താല്പര്യം തന്നെ ഈ സമുദായം വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം ഈ വാക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് അധികാരത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അഹങ്കാരത്തോടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു സമുദായത്തെ പ്രതി ചേർത്ത് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ വൈകൃതങ്ങളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്ത് തൊട്ടു വന്നിച്ച് ഒരു മഹിതമായ ഭരണഘടനയുമായി ഞാനതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണല്ലോ ഈ സഭയിലേക്ക്, അധികാര കസേരയിലേക്ക് വന്നത്. ആ സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെയും രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കിയ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെയും ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷങ്ങളെയും വളരെ വ്യക്തമായി
അപമതിച്ചുകൊണ്ടുള്ള സമീപനമാണ് സമീപകാലത്ത് നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ സമയത്ത് നാം പ്രതീക്ഷയോടെ കാണുന്നത് ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ് രണ്ട് സഭകളിലും ഇപ്പോൾ മുസ്ലിം സമുദായത്തിനുള്ളത്. എണ്ണാൻ പോലും ആളുകളില്ല. എന്നിട്ട് പോലും പ്രതിപക്ഷ ഐക്യനിര ഈ പ്രതിഷേധത്തിന് രൂപം കൊണ്ടു എന്നത് രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ മരണമണി മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് കുഴിച്ചു മൂടാൻ സാധ്യമല്ല എന്ന താക്കീതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ഇപ്പോൾ കോടതി കണ്ട നിരീക്ഷണങ്ങളിലെല്ലാം ഇടക്കാല വിധി നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ഇടക്കാല വിധി പ്രസ്താവിപ്പിക്കുക പോലുമില്ല എന്ന അഹങ്കാരത്തോടെ പറഞ്ഞവർക്ക് ഇരുട്ടടിയായും ഒരു LKG സ്റ്റുഡൻറ്റിൻ്റെ വിദ്യാഭ്യാസം പോലുമില്ലാതെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് രാജ്യത്ത് ധിക്കാരപരമായി സമീപിച്ച ഈ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ഒന്നൊന്നായി സുപ്രീം കോർട്ട് നിരീക്ഷിച്ചുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം നിരീക്ഷണങ്ങളുടെയൊക്കെ ഒരു പരമ്പര കഴിഞ്ഞ് ബാബരി മസ്ജിദ് ഡിമോളിഷനുമായി ബന്ധപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ കണ്ടെത്തലുകൾക്ക് അവസാന വിധി വരുമ്പോഴേക്ക് അതിൻ്റെ മുഴുവൻ ഊർജവും ചോർന്നിരുന്നു എന്ന വസ്തുത ആശങ്കയോടെ കാണാമെങ്കിലും ഇന്ത്യ രാജ്യത്ത് പരമോന്നത നീതിപീഠത്തിലും ഇവിടുത്തെ വ്യവസ്ഥാപിത സംവിധാനങ്ങളിലും വിശ്വസിക്കുന്ന ഒരു സമുദായം എന്ന നിലക്ക് ഞങ്ങളിവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരുമിച്ചൊന്നായി കൂടിയപ്പോൾ എന്തുകൊണ്ട് സുന്നികളല്ലാത്തവരില്ല എന്ന് ചോദിക്കുന്നിടത്ത് വളരെ വ്യക്തമായും ഒരു സംശയത്തിൻ്റെ നിഴലിൽ പോലും ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ ഇഷ്യൂ വരെ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ന്യൂനപക്ഷം വരുന്ന എല്ലാ സമുദായത്തിലുമുള്ള ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരിൽ പറയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന 95% വരുന്ന സുന്നി മുസ്ലിങ്ങൾ വളരെ വ്യക്തമായ സമാധാനത്തിൻ്റെ പാതയിൽ അങ്ങേയറ്റം വരെ കാണുന്ന ജനാധിപത്യ സമരമുറകളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് എറണാകുളം സിറ്റിയിൽ ഈ നടക്കുന്ന പ്രതിഷേധ സമ്മേളനം. വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്, സമുദായത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ക്രൈമുകളുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ ക്രൈമുകളെ നോക്കി പണിഷ്മെന്റ് നടത്തുന്നതിന് പകരം സമുദായത്തെ പേര് പറയാനും സമുദായത്തെ അപമതിക്കാനും കാണിക്കുന്ന ത്വര ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന ചില ലോകാടിസ്ഥാനത്തിലുള്ള ശക്തികളുടെ വളരെ വ്യക്തമായ ഇടപെടൽ മുഖേനയാണ് എന്നും ഫലസ്തീനിൽ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുന്ന സമൂഹത്തിൻ്റെ പിന്നിലും വളരെ വ്യക്തമായ ഒരു ആദർശബോധത്തിൻ്റെ സൗന്ദര്യം അമേരിക്ക പോലെയുള്ള യൂറോപ്പിൻ്റെ അതുപോലെ വിവിധ രാഷ്ട്രങ്ങളിലെ ആളുകളിൽ ഇന്ന് സ്വാധീനം ചെലുത്തി ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കുന്നു എന്നതാണ് ഇവരെ ഉറക്കം കെടുത്തുന്നതെന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെയും പരസ്പരം കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധി ഏത് ഭൗതികവാദിക്കുമുണ്ട് എന്ന് വ്യക്തമായി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശങ്ങളോട് വളരെ വ്യക്തമായ ആദരവ് കാണിക്കുന്ന, സമാധാനപരമായി ഈ രാജ്യം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പൂങ്കാവനത്തിൻ്റെ ദൃശ്യം പോലെ ജാതിമത ഭേദമന്യേ മനുഷ്യരെല്ലാം ഈ രാഷ്ട്രത്തോട് സ്നേഹമുള്ളവരും അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സമാധാനത്തിൻ്റെ ശീലുകൾ പാടുന്ന മദ്രസകളിലൂടെ സാർവത്രികമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ഒരു സംവിധാനത്തിലെ സമൂഹമാണ് വ്യക്തമായ താക്കീതോടെ ഈ രാജ്യം നശിക്കാനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വലിച്ചു കീറാനും ഈ രാജ്യം ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ച മഹിതമായ നിയമങ്ങളെ കരിവാരിത്തേക്കാനും ശ്രമിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതെന്ന അർത്ഥബോധത്തോടെയുള്ള സമീപനം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെ മൂർത്തിമോദ്ഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ വ്യക്തമായി മനസ്സിലാക്കണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് വായനകൾ ഉണ്ടായിട്ടുണ്ട്. ഫറോവമാരെ പോലെ
വളരെയധികം ദുഷ്ടശക്തികളായ നിരവധി പേർ ഈ രാജ്യത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. കുടുംബമില്ലാതെ, കുടുംബത്തിൻ്റെ അനുയായികൾ നാളെ എങ്ങനെ ജീവിക്കുമെന്ന ധാരണയില്ലാതെ ഈ രാഷ്ട്രം നശിച്ചാലും പ്രശ്നമില്ല, എനിക്ക് ശേഷം പ്രളയം എന്ന പ്രത്യേകമായ അജണ്ട വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഭരണാധികാരികളെ പോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളാണെങ്കിൽ വളരെ വ്യക്തമായി അതിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിലും പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭേദഗതി ബില്ലിൻ്റെ പിന്നിലും ഒളിച്ചിരിക്കുന്നത് അത്തരം വലിയ സ്വത്തുക്കൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണോ? ഒരിക്കലുമല്ല. നാം കണ്ടിട്ടുള്ളതാണ്, ഈ രാജ്യത്ത് ബൈ യൂസർ എന്ന പേരിൽ വഖഫ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ പാർലമെന്റിൽ നിയമം പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമപരമായി വന്നതാണ് ഇവിടുത്തെ വഖഫ് ബോർഡ്, അല്ലാതെ മതപരമായി സ്ഥാപിച്ചതല്ല. ട്രിബ്യൂണൽ ഇവിടെ സ്ഥാപിച്ചത് ഗവൺമെന്റിന്റെ സംവിധാനത്തിലൂടെയാണ്. ഭരണഘടന തൊട്ട് വന്നിച്ചുകൊണ്ട് കടന്നു വന്ന നിയമമാണത്. അതുപോലെ ഭരണഘടനയുടെ ട്രിബ്യൂണൽ